വിഷമകരമായ പാതകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കൊച്ചു പൈതലിന് തന്റെ മാതാവോ പിതാവോ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട് എങ്കിൽ ആ പൈതങ്ങൾക്കൊരു ഉറപ്പുണ്ട്, കാലൊന്നു മടങ്ങി വീഴുവാൻ പോയാൽ എന്റെ പിതാവ് എന്റെ മാതാവ് തന്നെ താങ്ങുമെന്ന്. അതുകൊണ്ട് തന്നെ തന്റെ പിതാവ് തന്റെ കൂടെ ഉള്ളത് കൊണ്ട് യാത്രക്കിടെ കടന്നു വരുന്ന ദുർഘടങ്ങളുടെ സങ്കീർണത ആ ചെറു പൈതലിന് മനസ്സിലായില്ല എങ്കിലും എല്ലാ പ്രയാസ വിഷമഘട്ടങ്ങളിലും തന്റെ മുമ്പാകെ കടന്നു വരുന്ന വിഷയങ്ങളുടെ നടുവിൽ തന്നെ സഹായിക്കാൻ ഒരു പിതാവ് ഉണ്ട് എന്ന ധൈര്യം അവനെ മുന്നോട്ട് നയിക്കുമെങ്കിൽ പ്രിയദൈവത്തിലെ ജീവിതയാത്രയിൽ നമ്മെ ഒരിക്കലും കൈവിടാതെ നമ്മെ മാറോട് ചേർത്ത് ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്ന ദൈവശബ്ദം, ദൈവ സാന്നിധ്യം നാം അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് വിജയം കാണുവാൻ കഴിയും. സ്വർഗീയ പിതാവ് കൂടെ ഉണ്ട് എന്ന തിരിച്ചറിവ് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കും. പട്ടുപോകാവുന്ന, നശിച്ചു പോകാമായിരുന്ന ജീവിതയാത്രയിലെ സാഹചര്യങ്ങളിൽ നിന്നും കരം പിടിച്ച് പുറത്തു കൊണ്ടുവന്ന ദൈവസ്നേഹം തിരിച്ചറിയുമ്പോഴാണ് ഈ ദൈവത്തോട് നാം വീണ്ടും അടുക്കുന്നത്. പല സമയങ്ങളിലും ഒരു പ്രശ്നമോ പ്രയാസമോ വരുമ്പോൾ മാത്രം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എങ്കിൽ ദൈവം നമ്മെ ഓർത്ത് ദുഃഖിക്കുകയാണ്. നമ്മോടൊപ്പം വസിക്കുവാൻ, നമ്മോടൊപ്പമായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ അവഗണിച്ചുള്ള ജീവിതയാത്രയാണ് നാം ചെയ്യുന്നത് എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. വിഷമഘട്ടങ്ങളിൽ നമ്മെ സഹായിച്ച് പുറത്തു കൊണ്ടുവരും എന്നുള്ളത് മാത്രമല്ല ഈ ദൈവത്തോട് ചേർന്നുള്ള യാത്രയുടെ പ്രസക്തി. നമ്മെ സ്നേഹിച്ച് വില കൊടുത്ത് വാങ്ങി സ്വന്തം മകനായി മകളായി തീർത്തതിനു ശേഷം ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം സമയാസമയങ്ങളിൽ പ്രൊവൈഡ് ചെയ്ത് തന്റെ ഉള്ളംകരത്തിൽ വഹിക്കുന്ന ദൈവസ്നേഹം, ദൈവിക കരുതൽ നാം നമ്മുടെ ജീവിതയാത്രയിൽ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല ഈ ലോകം കൊണ്ട് തീരുന്നതല്ല ഈ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. നിത്യതയിലും നമ്മോട് കൂടെയിരിക്കുന്ന ദൈവ സാന്നിധ്യം അവഗണിച്ചുള്ള ഒരു ജീവിതമാണ് നമ്മുടേതെങ്കിൽ നാം ഒന്ന് റീപൊസിഷൻ ആകേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞു എന്നത് മാത്രമല്ല, തങ്ങളുടെ ജീവിതയാത്രയിലെ ഓരോ നിമിഷവും ദൈവസ്നേഹം, ദൈവിക കരുതൽ അവരനുഭവിച്ചു, ദൈവ സാന്നിധ്യം അവരെ വഴി നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്നലെ നമ്മുടെ മുമ്പാകെ കടന്നു വന്ന വിഷയത്തെ അഭിമുഖീകരിക്കുവാൻ നമുക്കുള്ള പഴയ അറിവുകൾ കൊണ്ട് സാധ്യമായി കൊള്ളണമെന്നില്ല. എന്നാൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് നമ്മെ വഴി നടത്തുവാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് നാം ചെവി കൊടുക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മോട് സംസാരിക്കും. അവൻ നമ്മെ വഴി നടത്തുക തന്നെ ചെയ്യും. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് മനസ്സ് കലങ്ങി ചിതറി ഓടിയ ശിഷ്യന്മാരെ ഉറപ്പിക്കേണ്ടതിന് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി അവരെ ഉറപ്പിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. പ്രിയ ദൈവത്തിലെ, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്ന തിരിച്ചറിവ് ശിഷ്യന്മാർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ നാഥനും കർത്താവുമായ യേശുക്രിസ്തു താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്ന് തിരിച്ചറിഞ്ഞപ്പോ യേശുക്രിസ്തുവിൽ ശിഷ്യന്മാർ വീണ്ടും ഉറയ്ക്കുകയാണ്. അവർ അവരുടെ ജീവിതം തന്നെ തങ്ങളറിഞ്ഞ സത്യത്തിനു വേണ്ടി മാറ്റിവെക്കുകയാണ്. ഇപ്രകാരം യേശുക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ ശിഷ്യന്മാർക്ക് പിന്നെ തങ്ങളുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ വളരെ ഈസി ആയിരുന്നു. അതിന് കാരണം അവൻ വാക്കു പറഞ്ഞാൽ വാക്കു മാറുകയില്ല എന്ന തിരിച്ചറിവും ഇന്നും തങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു പ്രവർത്തിക്കുമെന്ന തിരിച്ചറിവ് അവരുടെ ജീവിതയാത്രയിൽ കടന്നു വന്ന പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ തരണം ചെയ്യുവാൻ അവർക്ക് ബലം നൽകി. നമ്മുടെ ജീവിതയാത്രയിൽ കഴിഞ്ഞ നാളുകളിൽ നാം അനുഭവിച്ച ദൈവിക കരുതൽ, നാം അനുഭവിച്ച ദൈവിക സന്തോഷം, അത് നാം ഒന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. ആ ദൈവം ഇന്നും നടത്തുവാൻ മതിയായവനാണ് എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് പറയണം. അതെ പ്രിയ ദൈവത്തിലെ, ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു പോകുന്ന അനേകരുണ്ട്. എന്നാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവിക കരുതൽ നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്നപ്രയാസങ്ങളുടെ നടുവിൽ ഭാരപ്പെടാതെ, നിലവിളിക്കാതെ ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തു വരുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. 2 പത്രോസ് 1-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. താനും അപ്പോസ്തലന്മാരും യേശുവിന്റെ അമാനുഷികമായ ശക്തി അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് അവരുടെ ശുശ്രൂഷകളിലെല്ലാം വെളിപ്പെട്ടു വന്ന ദൈവപ്രവൃത്തി താൻ പറഞ്ഞ വചനത്തെ ഉറപ്പിച്ചു പോന്നതുകൊണ്ട് അപ്പോസ്തലന്മാർ വളരെ ഉറപ്പായിട്ട് പറയുകയാ, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. പ്രിയദൈവത്തിലെ, ജീവിതയാത്രയിൽ കലങ്ങിയിരിക്കുന്ന മനസ്സുകൊണ്ട് പലപ്പോഴും ലക്ഷ്യത്തെത്തുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ ഇന്ന് ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങളെല്ലാം ഈ യേശുവിന്റെ അടുക്കൽ ഇറക്കി വെച്ച് യേശുവിനോട് ചേർന്ന് നിന്ന് ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ നാം തയ്യാറാകണമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ കഴിവുകൾക്ക്, നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്തായിരിക്കും പല കാര്യങ്ങളും. എന്നാൽ ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ അസാധാരണ
അസാധാരണമായ ദൈവിക പ്രൊവിഷനുകൾ നിങ്ങളുടെ ജീവിത മേഖലകളിലെല്ലാം നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പല മാതാപിതാക്കളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ മോൻ എൻ്റെ മോൾ അത് ചെയ്യുകയില്ല. അപ്രകാരം പറയാനുള്ള കാരണം അത്രത്തോളം വിശ്വാസം തന്റെ മക്കളിൽ അവർക്ക് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് യേശുവിനോട് എത്രത്തോളം വിശ്വാസമുണ്ട്? ഈ യേശു ഇടയ്ക്ക് വെച്ച് നിങ്ങളെ ഉപേക്ഷിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതോ സാഹചര്യങ്ങൾ മാറിയത് കൊണ്ട് ദൈവം തന്റെ വാക്ക് മാറുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പ്രിയ ദൈവത്തിലെ ഈ ദൈവം സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും സകലത്തെയും അനുകൂലമാക്കുവാൻ കഴിയുന്നവനാണ് കൂടെയുള്ളത് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളെ നോക്കി നെടുവീർപ്പെടുന്നത് ഇന്ന് മുതൽ ഒന്ന് നിർത്തണം. കാരണം നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമല്ല ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നത് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. വിശ്വസ്തയോടെ യേശുവിന്റെ മുമ്പാകെ നമുക്കായിരിക്കുവാൻ കഴിയുന്നെങ്കിൽ തീർച്ചയായും മറ്റാരൊക്കെ കൈവിട്ടാലും ഈ ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇന്നും യേശു ജീവിക്കുന്നു എന്ന് മറന്നു പോകരുത്. ശത്രുവായവൻ ഇപ്പോൾ തീർക്കും, ഇതുകൊണ്ട് നീ തീർന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുമ്പോ ചിരിച്ചുകൊണ്ട് പറയണം, ഇല്ല, നിനക്കെന്നെ തൊടാൻ പറ്റുകയല്ല, യേശു ഇന്നും ജീവിക്കുന്നു, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുവാൻ തയ്യാറാകണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വിടുതലുണ്ട്, നിങ്ങൾക്ക് സൗഖ്യമുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ആ നാമത്തിന്റെ ശക്തി വളരെ വലിയതാണ്. നമ്മുടെ ജീവിതയാത്രയിൽ യേശുവിന്റെ സ്നേഹം നാം തിരിച്ചറിയണം. യേശുവിന് നമ്മോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതയാത്രയിൽ എല്ലായിടത്തും എല്ലാവരും നിങ്ങളെ മാറ്റി നിർത്തിയാലും ഒരിക്കലും നിങ്ങളെ മാറ്റി നിർത്താത്ത ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. മാറോട് ചേർത്ത് നിങ്ങളെ ഈ ദൈവം ആശ്വസിപ്പിക്കും. ഈ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചെറു സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് യേശുവിനെ കുറിച്ചുള്ള അറിവുകളിലുപരി യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് അനുഭവിച്ചറിയുവാൻ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രിയദൈവത്തിലെ വെറും അറിവുകൾ കൊണ്ട് കാര്യമില്ല. ഇന്നും ജീവിക്കുന്ന യേശുവിനെ അനുഭവിച്ചറിയുവാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരുന്നു. ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം ഇവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ. ഇവരെ ഒരു അത്ഭുതമാക്കുന്നതിനാൽ നന്ദി. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്. സകലം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവത്തിലെ യേശു ഇന്നും ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ തനിച്ചല്ല, കരം പിടിച്ച് യേശുവുണ്ട് നിങ്ങളുടെ കൂടെ. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.